ഹലോ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തലശ്ശേരിക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കോഴിക്കാലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ടു ഫുഡ് സ്റ്റോറീസ്. ഇതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 200 ഗ്രാമിൻ്റെ അടുത്ത് വരുന്ന കപ്പ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞു വെക്കാം. ഇതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ജീരകം ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കടലപ്പൊടി, 3 ടേബിൾ സ്പൂൺ മൈദ, 3-4 വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ കപ്പ പൊട്ടിപ്പോവാതെ നോക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരിക്കലും വെള്ളം ഓവർ ആവാൻ പാടില്ല. ഓവർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ആ ഷേപ്പിൽ കിട്ടുന്നതല്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതിന്ന് അല്പം കപ്പ എടുത്തിട്ട് ജസ്റ്റ് കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കോഴിക്കാലിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി നല്ല തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നമ്മളെപ്പോഴും മീഡിയത്തിൽ ഇട്ട് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം മാത്രം പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും അകത്ത് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാ പീസും നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഫ്രൈ ആയി വന്നപ്പോൾ ശരിക്കും ഒരു കോഴിക്കാലിൻ്റെ ഷേപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി ഇത് ചായയുടെ കൂടെ കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.